മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും അധികാരമേറ്റെങ്കിലും മഹാരാഷ്ട്രയിൽ വകുപ്പുകൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഡിസംബർ 15-നാണ് 39 പേരെ കൂടി ഉൾപ്പെടുത്തി ഫട്നാവിസ് മന്ത്രിസഭ വികസിപ്പിച്ചത്. ഇവരുടെ വകുപ്പുകളും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിലെ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളോടെ വകുപ്പ് വിഭജനം ഉടൻ ഉണ്ടാകുമെന്നാണ് മുന്നണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഉടൻ എന്ന് പറയുന്നതല്ലാതെ എന്നുണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുക. കൂടാതെ റവന്യൂ വകുപ്പ് നിലനിർത്തും. ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയ്ക്ക് പൊതുമരാമത്ത് വകുപ്പിന് പുറമെ നഗരവികസന മന്ത്രാലയവും മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ധനകാര്യം കൂടാതെ കൃഷി വകുപ്പും നൽകുമെന്നാണ് വിവരം. ഇതിൽ ഷിൻഡെയ്ക്കാണ് കാര്യമായ എതിർപ്പുള്ളത്. ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നാണ് ഷിൻഡെ പറയുന്നത്. എന്നാൽ ആഭ്യന്തരം വിട്ടൊരു കളിയില്ലെന്ന് BJPയും. ധനവകുപ്പിന് പുറമെ കൃഷിയല്ലാത്ത മറ്റൊരു വകുപ്പും അജിത് പവാർ ചോദിക്കുന്നുണ്ട്. ഇതിനിടെ ആഭ്യന്തര വകുപ്പിന്റെ വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം ഫട്നാവിസ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിലൂടെ ആഭ്യന്തര വകുപ്പിൽ മറ്റൊരാളും കണ്ണുവെക്കേണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഫട്നാവിസ്. അതേസമയം മന്ത്രിസഭ രൂപീകരിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വകുപ്പ് വിഭജനം എങ്ങുമെത്താത്തതിൽ അജിത് പവാർ അസ്വസ്ഥനാണെന്നാണ് വിവരം. ധനകാര്യ വകുപ്പിന് പുറമെ പൂനെ ജില്ലയുടെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയാകാനാണ് അജിത് പവാറിന് താല്പര്യം. എന്നാൽ അതാകട്ടെ BJPക്ക് അത്ര താല്പര്യമില്ല. BJPയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ ചന്ദ്രകാന്ത് പാട്ടീലിനെ പൂനെ ജില്ലയുടെ മന്ത്രി ചുമതല ഏൽപ്പിക്കാനാണ് ഫട്നാവിസിന് താല്പര്യം. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്ക് കണ്ണുവെക്കുന്ന BJPക്ക് പൂനെ പ്രധാനപ്പെട്ട ജില്ലയാണ്. ഇവിടം രാഷ്ട്രീയമായി തന്നെ ഉപയോഗപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. അജിത് പവാർ വിഭാഗം നീങ്ങുന്നതും ഇതേ ലക്ഷ്യം കണ്ടാണ്. അതേസമയം വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടും കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ മന്ത്രിമാരായി ചുമതലയേറ്റവർക്കും അതൃപ്തിയുണ്ട്. അവരത് പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം. മഹായുതി സർക്കാരിന് വൻ ഭൂരിപക്ഷം ലഭിച്ചതിനാൽ എല്ലാം എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അനുദിനം കൂടുതൽ കുഴപ്പത്തിലാകുകയാണ്. 3 പാർട്ടികളുടെയും നേതാക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലാത്തപക്ഷം അത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഏകദേശം 1 മാസമായെങ്കിലും കാര്യങ്ങൾ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. പേര് വെളിപ്പെടുത്താത്തൊരു മന്ത്രിയെ ഉദ്ധരിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പുതിയ മന്ത്രിസഭയിൽ മുൻ മഹായുതി സർക്കാരിലെ 10 മന്ത്രിമാരെ ഒഴിവാക്കിയപ്പോൾ 16 പുതുമുഖങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. BJPക്ക് 19 മന്ത്രിസ്ഥാനങ്ങളും ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 11ഉം അജിത് പവാറിന്റെ NCPക്ക് 9 മന്ത്രിസ്ഥാനങ്ങളാണ് ലഭിച്ചത്.